അപ്പോൾ ഞാനൊരു ആയത്ത് കേൾപ്പിക്കാം. നിങ്ങൾ ആയത്തൊന്ന് കേട്ടു നോക്ക്. ആയത്തിൻ്റെ അർത്ഥവും ഒന്ന് സാവകാശം ശ്രദ്ധാപൂർവം ഒന്ന് വിശകലനം ചെയ്തു നോക്ക്. يحسب الإنسان أن يترك سدى ألم يكن نطفة من مني يمنى ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. ഈ ആയത്ത് പലപ്പോഴും ഇസ്ലാം വിമർശകരും ഇസ്ലാമിനെ ഉൾക്കൊണ്ടവരും ഒക്കെ കണ്ടതാണ്. വളരെ കൃത്യമായി ഏത് മനുഷ്യനും ബോധ്യപ്പെടും വിധമുള്ള ഒരു വളരെ കൺവീൻസിംഗ് ആയിട്ടുള്ളൊരു മെസ്സേജാണിത്. മനുഷ്യനെ സൂക്ഷ്മമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ച് പരിപാലിച്ച പടച്ചവന്, അതിസങ്കീർണമായ ഒരു മനുഷ്യനെ, ഒരു ഹ്യൂമൻ ബോഡിയെ ഡെവലപ്പ് ചെയ്ത പടച്ചവന് ഏതെങ്കിലും നിലക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ? അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, മരിച്ചതിന് ശേഷം ഒരാളെ ജീവിപ്പിക്കാൻ എന്നാണ് ഖുർആൻ്റെ ചോദ്യം. ഇങ്ങനെയുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെയും ആ വിശ്വാസത്തെയും ബലപ്പെടുന്ന ശാസ്ത്രത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, മനുഷ്യൻ്റെ ഫിത്രത്തിൻ്റെ ഒക്കെ ഒരുപാട് സാക്ഷ്യങ്ങൾ. ഇത്തരം ധാരാളം കാര്യങ്ങൾ ഡയലോഗിൻ്റെ 12ാമത്തെ സെഷനിൽ എൻ്റെ വിഷയാവതരണത്തിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ ഈ മെയ് 14 വ്യാഴം വൈകുന്നേരം 4:30 മുതൽ 9:30 വരെ ഈരാറ്റുപേട്ടയിലെ ബർക്കാത്ത് സ്ക്വയറിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. നിങ്ങളുടെയൊക്കെ സജീവമായ പങ്കാളിത്തം നേരിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.